കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അഭിഭാഷക എത്തിയിട്ടുണ്ട്. അതിജീവിതയുടെ അഭിഭാഷക നമ്മളിപ്പോൾ കണ്ടിരുന്നു. അവരാണ് ഈ നമ്മളോട് അല്പസമയം മുൻപ് പ്രതികരിച്ചത്. ജഡ്ജ് അല്പസമയം മുൻപ് ഇവിടെ എത്തിയിരുന്നു. പ്രോസിക്യൂട്ടർ കോടതി പരിസരത്ത് എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസമാണ് ടി.ബി. മിനി മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അവർക്കുള്ളത്. പ്രത്യേകിച്ച് ഈ കേസിലെ എല്ലാ പ്രതികളും, നിലവിലുള്ള 10 പ്രതികളും കുറ്റക്കാരാണെന്ന് എന്നെ കോടതി കണ്ടെത്തും. അതിനുള്ള തെളിവുകളെല്ലാം തന്നെ തങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഗൂഢാലോചന കുറ്റമടക്കം എല്ലാ കുറ്റങ്ങളും തെളിയിക്കപ്പെടും. കഴിഞ്ഞ ദിവസമൊക്കെ അവർ നമ്മളോട് സംസാരിച്ചപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെടുക അത് വലിയ പാടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതടക്കമുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് ഈ മിനി പറയുന്നത്. പ്രത്യേകിച്ച് ദിലീപിലേക്ക് ഈ കേസ് എത്തിയത് ദിലീപിന്റെ ഒരു കയ്യബദ്ധമാണ്. തുടക്കത്തിൽ ഈ കേസ് ദിലീപിലേക്ക് എത്തുന്നത് ആദ്യം ഏപ്രിൽ 2017 ഏപ്രിൽ 18 ആദ്യ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ദിലീപ് കേസിലില്ലായിരുന്നു, ദിലീപ് ചിത്രത്തിലില്ലായിരുന്നു. അന്ന് പല അഭ്യൂഹങ്ങൾ, ഇങ്ങനെ ഊഹാപോഹങ്ങൾ ആലുവയിലെ ഒരു പ്രമുഖ നടൻ ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകിയെന്ന് പറഞ്ഞൊക്കെ ഈ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ കേസ് കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ദിലീപ് ഈ കേസിൽ പ്രതിയല്ലായിരുന്നു. പിന്നീട് ദിലീപ് തന്നെ പോലീസിന് നൽകിയ ഒരു പരാതി, തനിക്കൊരു ഫോൺ കോൾ വന്നു എന്ന പരാതി, തനിക്കും നാദൃശ്യക്കും ഒരു ഫോൺ കോൾ വന്നു എന്ന് പറഞ്ഞ് നൽകിയ പരാതി, ആ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അതൊരു വ്യാജ പരാതി, അത്തരത്തിലൊരു ഫോൺ കോൾ ദിലീപിന് വന്നിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തുന്നത്. അതിൽ തന്നെയാണ് പോലീസിന് ആദ്യം സംശയം വരുന്നത്. പിന്നീടാണ് ഈ പൾസർ സുനി സജിത്ത് മുഖാന്തരം, വിഷ്ണു മുഖാന്തരം കൊടുത്തുവിട്ട കത്ത് ദിലീപിന്റെ അഭിഭാഷകന് നൽകുന്നത്. ആ കത്ത് പുറത്താകുന്നു. ആ കത്തിലൂടെയാണ് ദിലീപും സുനിയും തമ്മിലുള്ള ബന്ധം പുറത്തേക്ക് വരുന്നത്. ദിലീപ് തുടക്കം മുതൽ തന്നെ ഈ കേസിൽ തനിക്ക് പൾസർ സുനിയുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ജോർജേട്ടൻ സ്ഫൂരം എന്ന ചിത്രത്തിൽ ദിലീപിന്റെ ഒരു സെൽഫിയിൽ അതിൽ പൾസർ സുനി പറഞ്ഞത്, അത് കൃത്യമായി ആ ചിത്രത്തിൽ പൾസർ സുനി പതിഞ്ഞത് അത് പോലീസിന് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പോലീസിന് വലിയൊരു സഹായമാകുമായിരുന്നു. പിന്നീട് പൾസർ സുനിയുമായി തനിക്ക് ബന്ധമില്ല എന്ന് പലപ്പോഴും പറഞ്ഞപ്പോഴും ഈ ദിലീപിന്റെ ഫോൺ സംഭാഷണങ്ങളടക്കം അവർ കണ്ടുപിടിച്ചു. ഈ ദിലീപിന്റെ പല സിനിമകളിലും പൾസർ സുനി എത്തിയിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ വാഹനങ്ങളിൽ ഒന്ന് ഓടിച്ചിരുന്നത് പൾസർ സുനിയാണെന്നും കേറ്ററിംഗ് ആവശ്യങ്ങൾക്കായി ദിലീപിന്റെ പല സിനിമകളുടെ സെറ്റിലും ഇത്തരത്തിൽ ഈ ദിലീപ് പൾസർ സുനി എത്തിയിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഈ പൾസർ സുനിയുടെ അമ്മ നൽകിയൊരു മൊഴി, അതായത് തനിക്ക് സുനി അറിയില്ല എന്ന ദിലീപ് പറഞ്ഞപ്പോഴും പൾസർ സുനിക്കൊപ്പം ദിലീപിന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും സുനി വലിയ അധികാരത്തോടെ ആ വീടിനകത്തേക്ക് കയറി പോകുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നും പൾസർ സുനിയുടെ അമ്മ മൊഴി നൽകിയിരുന്നു. ഈ ജിൻസൺ അടക്കമുള്ള സാക്ഷികൾ ദിലീപിനും പൾസർ സുനിക്കും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് ഇവർ മൊഴി നൽകിയിരുന്നു. അങ്ങനെ തുടക്കത്തിൽ ദിലീപ് തനിക്ക് പൾസർ സുനിയെ അറിയില്ല എന്ന് പറഞ്ഞപ്പോഴും അതിനെയൊക്കെ എതിർക്കുന്ന അല്ലെങ്കിൽ ഈ ദിലീപിന് പൾസർ സുനിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് കൃത്യമായി സ്ഥാപിക്കാൻ തക്ക തെളിവുകൾ അന്ന് തന്നെ പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഈ കേസിലെ പ്രോസിക്യൂഷൻ സംഘം ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പോലീസ് വാഹനത്തിൽ ഈ കേസിലെ ഈ പ്രോസിക്യൂഷൻ സംഘം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് വാഹനത്തിൽ അല്പസമയത്തിനുള്ളിൽ ഈ ദിലീപ് നിലവിൽ ഈ അഭിഭാഷകന്റെ ഓഫീസിലാണുള്ളത്. അഭിഭാഷകനുമായി ചർച്ച നടത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ ദിലീപും കോടതിയിലേക്ക് എത്തും. ഇനി കുറച്ച് സമയം മാത്രമാണ്, 10:25 ആയിരിക്കുന്നു. അഭിഭാഷകൻ രാമൻപിള്ളിയുടെ ഓഫീസിൽ ദിലീപ് പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം കോടതിയിലേക്ക് പുറപ്പെടുകയാണ്. കോടതിയിലേക്ക് 10:45 കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. കോടതിയുടെ നോട്ടീസിൽ പറയുന്നത് 10:45 ഹാജരാക്കണമെന്നാണ്. ദിലീപ് കോടതിയിലേക്ക് എത്തുകയാണ്. ഈ കേസിൽ പ്രതികളാക്കപ്പെട്ട എല്ലാവരും ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് കോടതിയിൽ ഉണ്ടായിരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അതനുസരിച്ച് ദിലീപ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമോ, ശിക്ഷ വിധിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇന്ത്യ തന്നെയും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസാണെന്ന് പറയാം. കാരണം മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഒരു താരം ഇപ്പോൾ ഈ കേസിനകത്ത് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് 8.5 വർഷത്തിന് ശേഷം കോടതി കണ്ടെത്തി വിധി പറയാൻ പോവുകയാണ്. അത് കാത്തിരിക്കുകയാണ് കേരളം. എന്തായാലും അജയകുമാർ, ദയവായിട്ട് സമാധാനമായിട്ട് നിൽക്കുക. കേരളം കാത്തിരിക്കുന്ന വിധിയാണ്. എല്ലാവരും കിട്ടരുത്, എല്ലാവരും വന്നിട്ട്